ഈ ശത്രുക്കൾക്ക് ഏൽപ്പിക്കാൻ കഴിയുന്ന പരിക്കിനൊക്കെ ഒരു പരിധിയുണ്ട്. കാരണം എന്താണെന്നറിയാമോ? ശത്രുവാണെന്ന് കരുതി മുൻകരുതലോടുകൂടി മാത്രമേ നമ്മൾ അവരോടൊക്കെ ഇടപെടൂ. ഇടയ്ക്കിടയ്ക്ക് അവര് വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും അപകീർത്തിപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പലതും ശ്രദ്ധിച്ച് ഇരിക്കുന്നു. ഈ ആക്രമണങ്ങളെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. എന്നാലേ കൂടെ നടക്കുന്നവർ തിരിഞ്ഞുകുത്തിയാൽ അതിനെ എങ്ങനെ നാം തിരിച്ചറിയും? കൂടെയുള്ളവർക്ക് നമ്മുടെയൊക്കെ ദൗർബല്യങ്ങൾ കൃത്യമായി അറിയാം. അത് കണക്കുകൂട്ടിയായിരിക്കും അവരൊക്കെ നിറയൊഴിക്കുക. പുറത്തുള്ളവരുടെ പടക്കോപ്പുകളെക്കാൾ ഉന്നവും സംഹാരശേഷിയും കൂടെ ഉള്ളവരുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ഉണ്ടാകും. അതുകൊണ്ട് ശത്രുക്കളോട് ഇടപഴകുന്നതിനേക്കാൾ വിവേകവും മുന്നൊരുക്കവും ഇങ്ങനെയുള്ള സഹയാത്രികരോട് നാം കാണിക്കേണ്ടി വരും. അപ്പോൾ സോമിജിയുടെ വാക്കുകൾ കേട്ടല്ലോ. സോമിജിയുടെ വാക്കുകളും എൻ്റെ വീഡിയോയും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ.